മഴക്കാല പൂർവ്വ ശുചീകരണവുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ പ്രതിപക്ഷ നേതാവ് കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞപ്പോൾ ഇടയ്ക്ക് ഇടപെട്ടുകൊണ്ട് മന്ത്രി എം.പി. രാജേഷ് ചില കാര്യങ്ങൾ പറഞ്ഞു. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപനം വന്നതുകൊണ്ടാണ് ഇത്തരത്തിൽ കാര്യക്ഷമമായി ഇടപെടാൻ സാധിക്കാതെ വന്നത് എന്നതായിരുന്നു രാജേഷ് പറഞ്ഞ് ഫലിപ്പിക്കാൻ ശ്രമിച്ചത്. എന്നാൽ എഴുന്നേറ്റത് അബദ്ധമായി പോയി എന്നതായിരിക്കും പിന്നീട് രാജേഷ് ചിന്തിച്ചത്. അതിനുള്ളത് പ്രതിപക്ഷ നേതാവ് കണക്കിന് കൊടുത്തിട്ടുമുണ്ട്. മന്ത്രി രാജേഷ് ഇടപെട്ടതും അതുപോലെ പിന്നീട് പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശന്റെ മറുപടിയും കാണാം. കഴിഞ്ഞ 10 കൊല്ലത്തിനിടയിൽ മഴക്കാല പൂർവ്വ ശുചീകരണം മോശമായൊരു വർഷമാണിതെന്ന് ഞാൻ ഈ സഭയിൽ തന്നെ പറഞ്ഞൊരു കാര്യം, ഇത്തവണ പെരുമാറ്റച്ചട്ടം നിലനിൽക്കുന്ന ഘട്ടത്തിലായിരുന്നു മഴക്കാല പൂർവ്വ ശുചീകരണം. ഇലക്ഷൻ കമ്മീഷൻ അക്കാര്യത്തിൽ ഏർപ്പെടുത്തിയ വിലക്കിനെ കുറിച്ച് സഭയിൽ പറഞ്ഞതാണ് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെ എല്ലാവർക്കും അറിയാം. ഗവൺമെന്റിന്റെ മന്ത്രിമാരുടെ, നിങ്ങൾ ജനപ്രതിനിധികളുടെ എല്ലാവരുടെയും, ദയവായിട്ട് ഞാൻ പറയുന്നത്, ഞാൻ തർക്കിക്കാൻ വേണ്ടി പറയുന്നതല്ല, വസ്തുത പറയാണ്. സർക്കാരിൻ്റെയും മന്ത്രിമാരുടെയും മാത്രം കാര്യമല്ല, ജനപ്രതിനിധികൾക്ക് ഇത്തവണ മഴക്കാല പൂർവ്വ ശുചീകരണത്തിന്റെ യോഗം വിളിച്ചു ചേർക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എന്താ കഴിയാതിരുന്നത്? ഇലക്ഷൻ കമ്മീഷൻ പറഞ്ഞു മന്ത്രിമാരും ജനപ്രതിനിധികളും ഇത്തരം യോഗങ്ങൾ വിളിക്കാൻ പാടില്ല. കലക്ടർമാരുടെ നേതൃത്വത്തിലാണ് നടന്നത്. എന്നിട്ടും ഇവിടെ കണക്കുകളെല്ലാം പറഞ്ഞു, ഞാൻ ആവർത്തിക്കുന്നില്ല. ബഹുമാനപ്പെട്ട ആരോഗ്യമന്ത്രി പറഞ്ഞു, മീറ്റിംഗിന്റെ അല്ല ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, 21,355 ക്ലീനിങ് ഡ്രൈവുകൾ നടന്നതിനെ കുറിച്ചാണ്. ധാരാളം കണക്കുകളുണ്ട്, ഞാനൊന്നും പറയുന്നില്ല. പിന്നെ വെള്ളം കയറിയതിനെ കുറിച്ച് പറഞ്ഞു. ഇപ്പോ എറണാകുളത്ത് 103 മില്ലിമീറ്റർ മഴയാണ് പെയ്തത്. മേഘവിസ്ഫോടനം. ഡൽഹിയിൽ വെള്ളം കയറി, ദുബായിൽ വെള്ളം കയറി, ഇപ്പൊ ന്യൂയോർക്കിൽ ഈ കഴിഞ്ഞ ആഴ്ച വെള്ളം കയറി. സാർ, ഇങ്ങനെ മഴ പെയ്താൽ ലോകത്ത് എല്ലായിടത്തും വെള്ളം കയറുന്നുണ്ട്. വസ്തുതയായിട്ട് കാണണമെന്ന് മാത്രമേ പറയുന്നു. സാർ, ഞാൻ പറഞ്ഞ അഭിപ്രായം മന്ത്രി അടിവരയിട്ടു. മഴക്കാല പൂർവ്വ ശുചീകരണം നടന്നില്ല. തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചിട്ട് എത്ര നാളായി? തെരഞ്ഞെടുപ്പ് കാലത്ത് ഇതൊക്കെ നടക്കില്ല എന്ന് ആർക്കാ അറിയാൻ പാടുള്ളത്? അത് അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കാണ്? ഗവൺമെന്റിനല്ലേ ഉത്തരവാദിത്തം. ഗവൺമെന്റ് മന്ത്രി MLA-യുടെയും മന്ത്രിയുടെ മീറ്റിംഗ് കൂടിയിട്ടാണോ മഴക്കാല പൂർവ്വ ശുചീകരണം നടക്കുന്നത്? അപ്പൊ നിങ്ങൾക്കൊരു മെഷീനറി ഇല്ലേ ഇത് ചെയ്യാനുള്ള? മെഷീനറി സർക്കാരിനൊരു മെഷീനറി ഇല്ലേ? മന്ത്രി യോഗം ചേർന്നില്ല. യോഗം കൂടിയിട്ട് നിങ്ങൾ യോഗത്തിന്റെ കണക്ക് വെക്കില്ലേ? യോഗം കൂടുന്നതല്ലോ. നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാവണ്ടേ? പ്ലീസ് നിങ്ങൾ അങ്ങേക്ക് ഞാൻ അനുവദിച്ചല്ലോ. നിങ്ങൾക്കൊരു സിസ്റ്റം ഉണ്ടാവണ്ടേ? നിങ്ങൾക്കൊരു മെഷീനറി ഉണ്ടാവണ്ടേ? അവരെല്ലാവരും കൂടി യോഗം ചേർന്നത് ചെയ്യാലോ. നിങ്ങൾക്ക് ഡയറക്ഷൻ കൊടുത്താൽ മതിയല്ലോ. യോഗം ചേരണേനാണ് വിലക്ക്, അല്ലാതെ മഴക്കാല പൂർവ്വ ശുചീകരണം നടത്തുന്നതിന് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ വിലക്കൊന്നും ഉണ്ടായിരുന്നോ? ഇല്ല. അതിനല്ല വിലക്ക് യോഗമൊക്കെ നേരത്തെ ചേരണ്ടേ? മാർച്ചിൽ ചേരണ്ടേ? ഈ ഇലക്ഷൻ പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് യോഗം ചേർന്ന് വേണ്ട ഡയറക്ഷൻ കൊടുക്കണ്ടേ? നിങ്ങളത് ചെയ്തില്ല. മഴ പെയ്യുമ്പോൾ വെള്ളം കൂടും, പക്ഷേ ആ വെള്ളം ദിവസങ്ങളോളം കെട്ടിക്കിടക്കുകയാണ്. അതിൽ നിന്നാണ് കൊതുകുകൾ ഉണ്ടാകുന്നത്. അതിൽ നിന്നാണ് ഈ അസുഖത്തിലേക്കുള്ള സോഴ്സ് ഉണ്ടാവുന്നത്. അസുഖം വരാതിരുന്നാൽ മാത്രമാണ് അത്ഭുതമുള്ളത്. മാത്രമല്ല, കുടിവെള്ള സ്രോതസ്സുകൾ സർ മുഴുവൻ കൊടും ചൂടായിരുന്നു. മിക്കവാറും സ്ഥലങ്ങളിൽ കുടിവെള്ള വിതരണം അല്ലേ? ലോറികളിൽ കുടിവെള്ള വിതരണം ഭയങ്കര ബിസിനസ്സാണ്. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ഏറ്റവും വലിയ ബിസിനസ് എന്ന് പറയുന്നത് വേസ്റ്റ് ഡിസ്പോസലും ഈ കുടിവെള്ള വിതരണമാണ്. കേരളത്തിലെ ഏറ്റവും ലുക്രേറ്റീവ് ബിസിനസ്, ഭയങ്കര ബിസിനസ്സാണ്. എത്രയാണെന്ന് ആർക്കും അറിയില്ല കണക്ക്. എത്രയാണ് വേസ്റ്റ് കൊണ്ടുപോകണമെന്ന് ആർക്കും അറിയില്ല. എത്രയാണ് കുടിവെള്ളം വിതരണം ചെയ്യണമെന്ന് അറിയില്ല. ഈ കുടിവെള്ള വിതരണം നടത്തുന്ന ഈ ലോറികൾ എവിടെ നിന്നാണ് വെള്ളം കൊണ്ടുവരുന്നത്? ആരാണിത് പരിശോധിക്കുന്നത്? എന്തെങ്കിലും ഒരു പരിശോധന ഈ സംസ്ഥാനത്തുണ്ടോ? വ്യാപകമായി കേരളത്തിലെ എല്ലാ ലോക്കൽ ബോഡികളിലും ഏതെങ്കിലും പ്രദേശത്ത് കുടിവെള്ള വിതരണം നടത്തേണ്ട സ്ഥിതിയാണ്. ഞാൻ 25 വർഷക്കാലത്തേക്ക് വേണ്ടിയിട്ടുള്ള കുടിവെള്ള പദ്ധതി നടപ്പാക്കിയ നിയോജകമണ്ഡലമാണ് എൻ്റെ. 25 വർഷക്കാലത്തേക്ക് ഒരു പ്രശ്നമില്ലാതെ. എന്നിട്ട് പോലും ചില സ്ഥലങ്ങളിൽ പല കാരണങ്ങൾ കൊണ്ട്, ആ പമ്പിംഗ് സ്റ്റേഷനിലെ പ്രശ്നങ്ങൾ കൊണ്ടും കുടിവെള്ള വിതരണം ഈ ലോറികളിൽ നടത്തേണ്ടി വരും. എന്ത് വിശ്വസിച്ചിട്ടാണ് ഈ പാവപ്പെട്ട ആളുകൾ ഈ ബക്കറ്റുമായി പോയി നിന്ന് ഈ ലോറിയിൽ കൊണ്ടുവരുന്ന വെള്ളം മേടിക്കുന്നത്? അതല്ലേ ഈ പെരുമ്പാവൂരിൽ ഉണ്ടായത്? ഞാൻ ആ സ്ഥലത്ത് പോയതാ, രോഗം ബാധിച്ച സ്ഥലത്ത് പോയതാ. അവിടെ കുടിവെള്ള വിതരണത്തിൽ ഉണ്ടായ പ്രശ്നമാണ്. തൃക്കാക്കര MLA-യോട് ചോദിക്കുക. തൃക്കാക്കര DLF ഫ്ലാറ്റിൽ എത്ര പേരാ? 1000-ലധികം ആളുകളാണ് ആശുപത്രിയിൽ പോയത്. അവിടെ ഉണ്ടായ ഒരു കുടിവെള്ള വിതരണത്തിൽ ഉണ്ടായ പാകപ്പെടെ 1000-ലധികം ആശുപത്രികൾ, ഒരു ഫ്ലാറ്റ് സമുച്ചയത്തിൽ ആശുപത്രിയിൽ പോയി. എല്ലാവരും ഛർദിയും വയറ്റിളക്കവും മറ്റു പ്രശ്നങ്ങളുമായി പോയി.
അപ്പൊ ഈ കുടിവെള്ള വിതരണം സംസ്ഥാനത്ത് വ്യാപകമായി നടക്കുമ്പോൾ ഇതൊക്കെ പൊതുജനാരോഗ്യത്തിന്റെ ഭാഗമാണ്. ആരോഗ്യവകുപ്പ് മാത്രമല്ല, അതിനാണ് സർക്കാർ. ഏകോപനം ഉണ്ടാകണം. പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ അസുഖം വരുമ്പോൾ ആശാവർക്കർ വീട്ടിൽ പോയി കണക്കെടുക്കുന്നതല്ല, പൊതുജനാരോഗ്യം സംരക്ഷിക്കാൻ. നാട്ടിലെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം.